എല്ലാവരും ഭീകരന്മാരാന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ ഇവര്. എനിക്ക് ശരിക്കും കൊണ്ടുവന്നു. ഇവിടെ നല്ല കലപ്പില മേളാണ് കേട്ടാ. തണിയാടന്റെ നമ്മുടെ അവർക്കൊക്കെ തീറ്റ എടുത്തോണ്ടിരിക്കുക. അവിടെ ഒരാൾ ഒറ്റപ്പെട്ടു പോയി. എവിടെ ബാക്കി എവിടെ പോയി? അപ്പൊ നമ്മുടെ പുതിയ ബേബിയാണത്. അവര് കൂട്ടത്തെ കൂടെ നടക്കണത് അതിന്റെ ഇപ്പുറത്ത് കിടക്കണത്. ദേ മേത്ത് കയറണ്. കിട്ടിട ഇങ്ങട് വാ. ലൈറ്റില്ല ഇങ്ങട് വാ. ഇതിന്റെ ബോഡി ചാര കളറാണല്ലോ. ഇതാണോ ചാര? ചെമ്പല്ലി എന്ന് പറയുന്നിട്ടാ. പല്ലാണോ ഉദ്ദേശിക്കുന്നത്? ചെമ്പിന്റെ കളറുള്ള പല്ലുള്ള അങ്ങനൊന്നല്ല, വേറെന്താ? ചാരം ചെമ്പല്ലി. എന്താ നിങ്ങളാടി? ബാത്തന് പിടിക്കാൻ നോക്കണ്ട. അവര് പിടിക്കാറില്ല. അവരിങ്ങനെ ഇട്ട് കൊടുക്ക്. ഒന്നും തരില്ല. വാടി മോളെ, മോള് വരില്ല. ഇതേ പോണെല്ലാം കൂട്ടത്തിൽ കൂടെ. എല്ലാവരും ചേട്ട പിന്നാലെ, എല്ലാവരും പിന്നാലെ പോയി. ചേട്ടാ ഇതൊക്കെ തീറ്റ കൊടുക്ക. ചെറു അതിന് പേടിയാവും. ദൈവം ഒച്ചിരി കണ്ടിട്ടാ. ഇത് ദേഷ്യവനുണ്ടെന്നാണ്. കൊട്ടു വേണ്ട ചേട്ടാ. അവന് ദേഷ്യവനുണ്ട്. അവന് സഹിക്കണില്ല. ചേട്ടാ പാവം എന്റെ ജോഡി. ആയിരിക്കും, പക്ഷെ ആള് സഹിച്ചിരിക്കുക. എനിക്ക് എന്താ കടിക്കൂട്ടാ. എല്ലാവരും ഭീകരന്മാരാന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ ഇവര്. എനിക്ക് ശരിക്കും കൊണ്ടുവന്നു പേടിയായിരുന്നു. ഇറക്കിയിടുക. എല്ലാവരും ചേട്ടാ വിളിച്ചില്ലെങ്കിലും വരും. ഞാൻ തീറ്റെടുക്കാൻ പോകുമ്പോ ഇവിടെ എത്ര തീറ്റിട്ട് കൊടുത്താലും അവര് ഇതിന്റെ ഉള്ളിക്ക് ചെല്ലും. ഉള്ളിലാണ് ചാക്കിൽ തീറ്റയൊക്കെ ചെയ്യണേ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പിന്നാലെ പോവും. പിന്നെ ഇന്ന് ഉച്ചക്ക് ലൈവ് വന്നായിരുന്നു കേട്ടോ. യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് വരുന്നു പറഞ്ഞിട്ട്. അപ്പൊ ലൈവ് വന്നു, പക്ഷെ എന്തോ സംതിങ് ഇഷ്യൂ കാരണം എനിക്ക് 2 പ്രാവശ്യം ലൈവ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, അറിയില്ല. എനിക്ക് ആരും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ചെറിയ ഇഷ്യൂ. പക്ഷെ നിങ്ങളോട് വർത്താനൊക്കെ പറയാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ അത് വൈകുന്നേരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടാണ്. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരോടും ഫേസ്ബുക്കിൽ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വേറൊരു ദിവസം വരാട്ടോ ലൈവ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്ത കാരണം എന്താ പറയുക, നിങ്ങളോട് കണ്ട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ നാളായില്ലേ, കുറേ ഗ്യാപ്പുകളൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ വർത്താനം പറയാൻ ചോദിച്ച് വന്നതാ. പക്ഷേ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബിലുള്ള കുറേ പേര് ഫേസ്ബുക്കിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പേരോട് സംസാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവർ ലൈവ് വേറെ ദിവസം വരാം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഗ്യാപ്പ് എടുത്തു. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പണ്ടത്തെ പോലെ സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെന്താ, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. എന്തായാലും സന്ധ്യയുടെ എന്നിട്ട് ബാക്കി പറയാം. കഴിഞ്ഞാ അന്തിയെ മഴ പെയ്യെന്ന് വിചാരിച്ചാ
ആ ആ ആ ആ നമ്മുടെ മൊയലന്മാര് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ ഉണ്ട്, കുറച്ച് പേര് അവിടെ ഉണ്ട്. ബാക്കി എവിടെ? ബാക്കി താഴ്ത്തിട്ടിട്ടുണ്ടാവും. ഇത് വെക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ മറ്റുള്ളവരുടെ അക്രമങ്ങളെ പേടിച്ച് ഇവിടെ കണ്ട ജീവിക്കണേ. ഇടയ്ക്ക് മാത്രം താഴ്ത്തിറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരാളാണത്. മോളിൽ നിന്ന് എല്ലാം നോക്കി കാണും, ജസ്റ്റ് താഴ്ത്തിറങ്ങും, കഴിക്കും, മോളിൽ കയറും. എവിടെ ചേട്ടാ? കാണാനില്ലല്ലോ, നോക്കട്ടെ ഏട്ടാ. ഇനി എന്ത് ഫുൾ ടൈം പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന കോഴിയാണ്. അതന്നെ, അതന്നെ പാവം. അതിന് മര്യാദക്കൊന്ന് ഇറങ്ങി നടന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണില്ല. ചിലപ്പോ ഉള്ള പേടിയായിരിക്കും. ഇറക്കി വിട്ട് വേണ്ട, വേണ്ട ഏട്ടാ. ദേ ഓടിക്കുന്നുണ്ടോ, ദേ പോണ പിന്നല്ലേ. അതന്നെ ഈ പ്രശ്നം. ആ, തീറ്റ തിന്നാൻ പോലും സമ്മതിക്കില്ല പാവം കോഴി. ചേച്ചിനെ മനസ്സിലായ? നമ്മുടെ പുതിയ കോഴിയല്ലേ? അല്ല, പുതിയ കോഴി, സോറി, മണിത്താറാവിന്റെ കുഞ്ഞാണ്. ഞാൻ ഈ കൂട്ടിലിട്ട് കാണിച്ചിട്ടുണ്ട് മുമ്പ്. വൈൽഡ് ലോക്സിൽ കാണിച്ചിട്ടുണ്ട്, റിയൽ ലൈഫിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതിലുണ്ടായിരുന്ന ആ കറുപ്പ വെള്ളമായിട്ടുള്ള കുഞ്ഞാണ്. ഇപ്പൊ ആളിങ്ങനെയായി. ആ, പെട്ടെന്ന് വലുതായാലും ഒരു ചിറകൊക്കെ വന്നു തുടങ്ങണുള്ളൂ. തലക്ക് ഇവിടേക്കൊക്കെ മുഖത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര വ്യത്യാസം. നല്ല സ്ഥലം കണ്ണൊക്കെയാണ്. നോക്കി ഹായ് പറയും. ചുണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടാ. അവരത് ഇങ്ങനെ ഇരിക്കുന്ന ചുണ്ട്. മണിത്താറാവിന് അല്ല, താറാവിന്റെ പോലെയല്ല. നടത്തി വ്യത്യാസമുണ്ട്. കുണ്ടി കുണിക്ക് ഇങ്ങനെ നടക്കും. ഇങ്ങനെ ഇങ്ങനെ തന്നെ, അങ്ങനെ തന്നെ പോവാ. ആ, കുണ്ടി കുണിക്ക് പോവും. അതെ, ഓ പാവം. അതിന് മോളിൽ തന്നെ കേറ്റ്. അതിന് തന്നെ കയറാൻ സമ്മതിക്കില്ല. അശ്ശടാ പാവം. ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ. ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ചക്കാമ്പറമ്പ് അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള അന്നമരയുടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അഷ്ടമി അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു തോന്നുന്നു. കൊറേ സ്ഥലത്ത് ഉത്സവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കേക്കുണ്ടെങ്കിൽ ചക്കാമ്പറമ്പ് അമ്പഴക്കാട് അപ്പുറത്തുള്ള ചക്കാമ്പറമ്പ് അമ്പലം, അന്നമരയുടെ അമ്പലം. തീറ്റ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാണ്. ആർക്കും വലിയ പണ്ടത്തെ അത്ര ഇതൊന്നും ഇല്ല. വിശ്വൊക്കെ മാറിയെന്നാണ് മനസ്സിലായി. വലിയ ഷെയറില്ലേ? ബാ, പട്ടിക്ക് തീറ്റ കൊടുത്തിട്ടില്ലല്ലോ. കൊട്ടുമേളൊക്കെ വന്നേക്കാൻ നമുക്ക് വീട്ടിലെത്തണം. നമ്മുടെ മാവിന്റെ മാങ്ങ ആദ്യത്തെ ഉദ്ഘാടന പറക്കൽ. തോന്നുന്നു ബാക്കിയൊന്നും ബാക്കിയൊക്കെ കുഞ്ഞുങ്ങളാ. പിന്നെ കൊറേയൊക്കെ പോയി. ഇവിടെ ഉണ്ട്. ഞാൻ ജമ്പ് ചെയ്ത് പൊട്ടിക്കും. പിടിക്കണി വേഗം പൊട്ടിക്കും. ഇത് കുഞ്ഞിതാ. ഇടി മുകളിലുള്ളത് ഇല്ലതല്ലേ? ചെലപ്പോ ആ മേത്തേക്ക് എന്റെ മോത്തേക്ക് വീണിട്ട് അതിൻ്റെ അത്. അയ്യോ എവിടെ? ആ വീട് താലപ്പുലി എന്തൊക്കെ പോണ്ടി. വാ. യെസ് മതിരി. മോത്തേക്ക് തെറിക്കും വിടൂ. മതി, 3 മതി ഇപ്പൊ. ബാക്കി നാളെ. ഈ കളർ ഉണ്ടല്ലോ, ഈ കളറ് പുല്ലിലാണ് ശരിക്കും അണലി കിടക്കാം. ഞാൻ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞോളൂ. അയ്യോ, നമ്മള് താലപ്പൊലിയുടെ ഇടയിൽ കൂടെ പോകുമ്പോ ചക്കയുടെ മണം വരില്ലേ? അത് കുഴപ്പമില്ല. താലപ്പൊലി ആരിപ്പോ ചക്ക നോക്കണു. എങ്ങനെ നല്ലോണം കഴിക്കാൻ. ആ തൊട്ടപ്പേക്കും പോകുന്നു. പകുതി മുറിച്ച് കളഞ്ഞാൽ മതി.
ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് ഈ ചക്കനെ UP-യിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. പറഞ്ഞില്ലേ വീഡിയോയില് യുപിത്തെ കാര്യം. അന്നിപ്പോ പറയാം. തിരിച്ചു പിടിക്കൂ, തിരിച്ചു പിടിക്കാം. ഒരു മിനിറ്റ്. ഇതിലേക്ക് ഇട്. ചക്കയിലേക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലിപ്പോ ഒരു കാര്യം ഇപ്പൊ പറയാം. ഞങ്ങള് കുറെ നാളെയല്ലേ പുറത്തേക്കൊന്നും അങ്ങനെ പോക്ക് കുറവാണ്. സനചേട്ടൻ കടയിലൊക്കെ പോകുന്നല്ലാണ്ട് നമുക്കിങ്ങനെ അങ്ങനെയല്ല, വീഡിയോസിനൊക്കെ വേണ്ടി കോമഡിക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നല്ലാണ്ട് നമ്മള് ട്രിപ്പ് പോവേ ഫാമിലി ആയിട്ട് പോവേ അങ്ങനെ പോകുന്ന തന്നെയാണെങ്കിൽ അടുത്തുള്ള സ്ഥലത്തല്ലേ പോവാറുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഉത്തർപ്രദേശില് ലീജ് ചേച്ചിയുടെ അടുത്തേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് വിസിറ്റ്. ഞാനിതുവരെ പോയിട്ടില്ല, കണ്ടിട്ടില്ല. സന്ധ്യയുടെ പണ്ട് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് UP ആ അടുത്ത പ്രദേശങ്ങൾ UP എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു വ്യത്യസ്തത കിട്ടട്ടെ എന്നുള്ളത് കൂടി ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, നമ്മളൊക്കെ കാഴ്ചയുണ്ടാവും. എന്തായാലും വരും ദിവസങ്ങളിൽ ഞങ്ങള് പോവും. അപ്പൊ പോണേക്കാവുമ്പോ ഞങ്ങൾ അറിയിക്കാം. അമ്മയുടെ അടുത്തും എല്ലാരും ഒന്ന് സെറ്റായിട്ട് വേണമല്ലോ നമുക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ. എല്ലാം ഒന്ന് റെഡിയാക്കി കഴിയുമ്പോ പറയാം. അപ്ഡേറ്റ് ടു യു. അതല്ല, നമ്മള് കണ്ടിന്യൂസ് അങ്ങോട്ട് കാണും. ഇനി നമുക്ക് അണലിയിൽ നിന്ന് അണലിയൊന്നും ഉണ്ടാവില്ലേ, ചുമ്മാ പറയുന്നത്. എന്തായാലും നമുക്ക് വേഗം പോവാം. ഇരുട്ടാവാറായി, നമ്മുടെ സൂര്യനൊക്കെ പോയി. എന്തിരീ കാണിക്കണേ? ചേട്ടന് ചിലപ്പോ കാണില്ല ചേട്ടാ, ഇരുട്ടാവും. താലപ്പൊലിയുടെ സൈഡിൽ കൂടെ പോവാം. കാലിപ്പോളെ സൈഡിൽ കൂടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ. നമുക്ക് പോവാം. റോട്ടില് ബ്ലോക്ക് ആയിരിക്കോ അറിയില്ല, പോയി നോക്കാം. അപ്പൊ ഞങ്ങള് പോവാട്ടാ. പോണ വഴിക്ക് താലപ്പൊലി കാണാൻ പറ്റുമായിരിക്കും. എന്താന്നറിയില്ല, എന്തോ സംഭവം, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല ഞങ്ങൾക്ക്. അപ്പൊ പോകുമ്പോ എന്തായാലും കാണിക്കാട്ടാ, കാണിക്കാൻ നോക്കാം. ഞങ്ങൾ പോണ വഴിയിലാണ്. പോവാ. ഇവിടെയാണ് ആ തുടങ്ങാൻ പോണുള്ളൂ. അതല്ല, റെസ്റ്റ് എടുക്കണേ. ഇവിടുന്ന് ഇനി നേരെ ഒരു അമ്പലത്തിൽ പോവായിരിക്കും. അങ്ങനെയായിരിക്കുള്ളൂ. കാണാൻ പറ്റില്ല.